അമ്മ മുട്ടുവേദനയായിട്ട് വന്നതാണ് അല്ലേ? 60 വയസ്സ് അമ്മയ്ക്ക്. നമ്മുടെ മുട്ടുവേദന ഒരു ഗ്രേഡ് 4 ഒക്കെ ആയിട്ടുണ്ടല്ലോ അമ്മ. ഇത്രയും കാലമായിട്ട് അമ്മ ചികിത്സിച്ചൊന്നുമില്ല? പിന്നെ ആയുർവേദം ചെയ്തു. പിന്നെ നമ്മുടെ ഈ ബോധിയില് 1 വർഷത്തോളം 1.5 വർഷത്തോളം ബോധി ചികിത്സ ചെയ്തു. അവിടുത്തെ ഒഴിച്ചിലും കിഴികുത്തും എല്ലാം ചെയ്തു അല്ലേ? ഇവരാരും നമുക്ക് എക്സസൈസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഒരു സ്ഥലത്ത് എക്സസൈസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വരാൻ ചാൻസ്. അവരുടെ ആർത്തവിരാമമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചാൻസ് കൂടും. കാരണം എന്നുണ്ടെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷൻ ഒക്കെ കുറയും. നമ്മൾ എല്ലിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് കുറയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് വ്യായാമങ്ങൾ ചെയ്യണം. കാരണം നമ്മുടെ ഈ മുട്ടുണ്ടല്ലോ അമ്മ, ഇതിലിപ്പോ മുട്ട് നമുക്ക് ഫസ്റ്റിൽ വരാം ഈ ഉൾസൈഡിലാണ് പെയിൻ വരാം, കാലിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഉൾസൈഡില് വരാം. നമ്മുടെ ഇവിടൊക്കെ ഇത് തേയ്മാനം വന്നിട്ട് ഈ എല്ലല്ല ചെയ്യാം, ഇതിനുള്ളിൽ മെനിസ്കസ് പറഞ്ഞിട്ടുള്ള സംഭവം തേഞ്ഞിട്ട് അടുത്തിട്ടിരിക്കണം. ഒരു ഗ്യാപ്പില്ലാത്ത പോലെ അടുത്തിരിക്കുക. അതാണ് ഇത്രയും വേദന വരുന്നത്. അപ്പൊ ഇത് ഫസ്റ്റിലേ അമ്മ ശ്രദ്ധിക്കായിരുന്നെങ്കിൽ, കാരണം ഈ വേദന വരുമ്പോൾ നമ്മൾ വേദന സംഹാരികൾ കഴിച്ച് വേദന മാത്രം കുറയ്ക്കും. അപ്പൊ നമുക്ക് വേദന പറയുമ്പോൾ നമ്മൾ നോർമൽ ലൈഫിൽ തന്നെ പോകും. ആ സമയത്ത് തന്നെ ഈ എക്സസൈസ് ചെയ്തിട്ട് ഇതിന് ചുറ്റുള്ള മസിൽസുകൾ, ഇങ്ങനെയല്ലല്ലോ നമ്മളുടെ കാലുള്ളത്, ഇതിന് പിടിച്ചെടുക്കുന്ന കുറേ മസിൽസുകളുണ്ട്, അതിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദനയുടെ ഒരു പരിധി വരെ കുറയും. പിന്നെ ചെറിയ തീരുമാനങ്ങളൊക്കെ വരുന്നല്ലാണ്ട് വേദന കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മ ഇനി ചെയ്യണമെന്ന് അമ്മ അറിയുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ചെറിയ മുട്ടുവേദന വരുമ്പോഴത്തേനും ഈ വേദന സംഹാരികൾ കഴിച്ചിട്ട് നമ്മൾ ചികിത്സിക്കരുത്. എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്തിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. അല്ലാതെ നമ്മൾ കുറേ എണ്ണിട്ട് തടവിക്കൊണ്ടോ കുറേ വേദനകൾ മരുന്ന് കഴിച്ചുകൊണ്ടൊന്നും മുട്ടുവേദന മാറില്ല. ഇങ്ങോട്ടും തള്ളി നമ്മുടെ കാലിപ്പോ എങ്ങനെ വളഞ്ഞു, ഒരു ബോലഗ് എന്ന് പറയുന്നില്ല, വളഞ്ഞത് കഴിക്കുന്നു. നമുക്കതിനെ നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ.